ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു നെയ്യപ്പ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, 250 ഗ്രാം അരി. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ ഞാൻ കുതിർക്കാൻ വെക്കുകയാണ്. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. 250 ഗ്രാം അരിക്കാണ് 150 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അരി കഴുകിയാണ് ഞാൻ വെള്ളത്തിലിട്ടത്. അപ്പോൾ 4-5 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് വെള്ളം എല്ലാം കളഞ്ഞ് അരി മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4-5 ഏലക്കായും 1 ടീസ്പൂൺ ജീരകവുമാണ്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മധുരത്തെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോട് കൂടിയാണ് ഞാൻ ഈ പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ദോശമാവാണ്. പുളി അധികം ഇല്ലാത്ത ദോശമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവാണ്. അപ്പം ചിലർ മൈദ ചേർക്കും, എന്നാലും നല്ലത് ഗോതമ്പ് മാവ് ചേർക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയ തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാൻ. മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചരുവത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുത്തി വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. കുറച്ച് നെയ്യ് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറിയ ചൂട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടോടുകൂടി ഒഴിക്കരുത്. അപ്പോൾ തേങ്ങയും നെയ്യും ഒക്കെ ചെറുതായി ചൂടായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 3-4 മണിക്കൂർ നമുക്കിതൊന്ന് പുളിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് നെയ്യപ്പം തയ്യാറാക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ടോ എന്നറിയാൻ ഒരല്പം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അല്പമായിട്ട് മാവ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം. നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.